إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ, അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ ജീവിതത്തിന് ഏറെ ആനന്ദവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന സംവിധാനമാണ് കുടുംബജീവിതം എന്നത്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ് ആ മലയാള പദത്തെ വിഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുക. മനുഷ്യ ജീവിതത്തിലെ ഏറെ ആഹ്ലാദവും സൗഖ്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതം. എന്നാൽ പലപ്പോഴും ആ ദാമ്പത്യ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ഒരുവിധം ആളുകൾ മനസ്സിലാക്കുമ്പോൾ പലവിധം ആളുകൾ അത് മനസ്സിലാക്കാത്ത വിധത്തിലാണ് വിഷയത്തെ കാണുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ എണ്ണി എണ്ണി വരുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും ഇടിയും മിന്നലും കാറ്റും അങ്ങനെയുള്ള അള്ളാന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും എണ്ണുന്നതിനിടയിലാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ നിങ്ങൾക്ക് കാണാം, വമിൻ ആയാതിഹി, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ, അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് സമാധാന പുരസരം സായുജ്യമടയാൻ, നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി
നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിച്ചു. അതെന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് പടച്ച തമ്പുരാൻ. അത് മാത്രവുമല്ല, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. നമ്മളിൽ പലരും, ഭൂരിപക്ഷം ആളുകളും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ട ആളുകളാണ്, ഇണകളുള്ളവരാണ്, ഇണയോടൊപ്പം ജീവിച്ചവരാണ്. ആ ജീവിതത്തിന്റെ സൗഖ്യം നമുക്ക് പറയാൻ പറ്റാത്ത വിധം വലുതാണ്. പ്രിയപ്പെട്ടവരെ, അതിന്റെ വലുപ്പം മനസ്സിലാക്കാൻ ഒരു ജീവിതത്തിന്റെ ഒരുപാട് വർഷകാലങ്ങൾ കിട്ടിയിട്ടും ഭാഗ്യം ലഭിക്കാത്ത ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തിന്റെ സൗഖ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അതിലൊരു പക്ഷേ ഒരു ഇണ നഷ്ടപ്പെടേണ്ടി വരും. അന്നെങ്കിലും അയാൾക്ക് മനസ്സിലാകും ദാമ്പത്യം എന്തായിരുന്നു എന്ന്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിൽ 1-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഏ മനുഷ്യരെ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചു പറഞ്ഞു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അതേ ആത്മാവിൽ നിന്ന് നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ച. വല്ലാത്തൊരു പ്രയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിൽ നിന്ന് സന്തതികളെ അല്ലാഹു പെരുപ്പിച്ചു ഭൂമിയിൽ ഇണകളെ ഉണ്ടാക്കി. ഇണകളായിക്കൊണ്ട് എല്ലാറ്റിൽ നിന്നും വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറഞ്ഞു, ഓരോ വസ്തുക്കളെയും ഇണകളായി ഞാൻ പടച്ചു. എല്ലാറ്റിനും ഇണകളെ ഉണ്ടാക്കി. ഒരു പപ്പായ തൈയെടുത്താലും അതിന് ഇണയുണ്ട്, ഒരു ഈന്തപ്പന എടുത്താലും അതിന് ഇണയുണ്ട്, കാക്കക്കും പൂച്ചക്കും ഇണയുണ്ട്. എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ ഏതൊരു വസ്തുവിനെ എടുത്താലും അതിന് ഓപ്പോസിറ്റായി, അതിനോട് ചേർന്ന് നിൽക്കാൻ, അതിന് ഇണയായി നിൽക്കാനുള്ള ഇണയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു. മനുഷ്യർക്ക് അല്ലാഹു അവനിൽ നിന്ന് തന്നെ ഇണയുണ്ടാക്കി, അവനിൽ നിന്ന് തന്നെ ഇണയുണ്ടാക്കി. അതായത് തനിക്ക് ഇണയായി കടന്നു വന്നവളാരോ അവൾ തന്നെപ്പോലൊരു മനുഷ്യനാണ് എന്ന ബോധ്യം ഒന്നാമത് അയാൾക്കുണ്ടാവാൻ, തന്റെ വീട്ടിൽ നിന്ന് വന്ന് തന്റെ വീട്ടിൽ താൻ ജീവിക്കുന്നത് പോലെ സുഭദ്രമായ മാതാപിതാക്കളുടെ കരിപരിലാളനയിൽ വളർന്ന് തന്റെ കുടുംബത്തിന്റെ സുഹൃതങ്ങൾ അനുഭവിച്ച് വീട്ടിന്റെ സമാധാന അന്തരീക്ഷത്തിൽ വളർന്നു വന്ന ഒന്നാണ് കയറി വരുന്ന ഇണ, ആണായാലും പെണ്ണായാലും എന്ന് മനസ്സിലാക്കാൻ അവൻ അതിലൂടെ സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹങ്ങൾ നടന്നു പോകുന്നു. പലവിധ കോലത്തിലായാലും പലവിധ രൂപത്തിലായാലും ശരി, വൈവാഹിക ബന്ധമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്ത് പ്രിയപ്പെട്ടവരെ ചെറുതല്ല. ലിതസ്കുനു ഇലൈഹാ, സമാധാനമടയാൻ. ബിസിനസ്സിൽ വല്ല ഫ്ലോപ്പും വന്നാൽ, ചങ്ങാതിമാരുമായിട്ട് തെറ്റേണ്ടി വന്നാൽ, സംസാരങ്ങളിൽ വല്ല പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കിയാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ നമ്മളെല്ലാവരും വേഗത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വ്യക്തിത്വമുണ്ട്. നമ്മളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ആര് ജീവിക്കുന്നുവോ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അവരെയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. ആ ഇണ എന്ന സംവിധാനത്തെ ഏറ്റവും പരിശുദ്ധമായി കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എന്നെക്കാളും ഒരുപാട് ദാമ്പത്യ ജീവിതത്തിന്റെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച ആളുകളുണ്ട് ഇവിടെയെല്ലാം. ഇവിടെയൊക്കെയും പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഒരു ഭാഗത്ത് കുടുംബജീവിതം ഏറ്റവും മനോഹരമായി അല്ലാഹു പറഞ്ഞ മവദ്ദത്തും വറഹ്മ എന്ന് പറഞ്ഞില്ലേ, ഏറ്റവും നല്ല സ്നേഹവും ഏറ്റവും നല്ല കാരുണ്യവും. ഏതാണ് മവദ്ദത്തും വറഹ്മ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ വാക്ക് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ ചെയ്ത മുഫസ്സിറുകളെല്ലാം വിശദീകരിച്ചു. അവരുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സുഭദ്രമായ വിശ്വാസം, വലിയൊരു ഉടമ്പടിയിലൂടെയാണ് വിവാഹം വരുന്നത്. വലിയൊരു ഉടമ്പടിയിലൂടെ, ഉറച്ച കരാറിലൂടെ, അള്ളാഹു നൽകിയ കരാറിലൂടെ രണ്ട് ബന്ധങ്ങൾ, ഒരാണും പെണ്ണും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും നല്ല ആണാരാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഉമർ ബിൻ ഖത്താബിന്റെ ഭരണസന്നിധിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സഈദ് ബിൻ ആമിറിനെ പറ്റി പരാതി വന്നു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് ചോദ്യം ചെയ്യാണ്, അല്ലയോ സഈദ്, നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചിട്ട് താങ്കൾ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ എന്ന പരാതിയുണ്ടല്ലോ. സഈദ് ബിൻ ആമിർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഖലീഫ,
ആ ആരോപണം സത്യമാണ്. എന്റെ വീട്ടിൽ ഞാനും 4-5 പൈതങ്ങളുമാണ്. ആ കുട്ടികളെ വിളിച്ചുണർത്തി പല്ല് തേപ്പിച്ച് ഭക്ഷണം കൊടുത്ത് വസ്ത്രം ധരിപ്പിച്ച് അവരെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ ഭാര്യയെ ഞാൻ സഹായിക്കാറുണ്ട് ഖലീഫ. അതുകൊണ്ട് എന്റെ ഡ്യൂട്ടിയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്, വൈകിപ്പോകാറുണ്ട്. അദ്ദേഹം സമ്മതിച്ചു. ഉമർ ഇബ്നു ഖത്താബ് ഒന്നും മറഞ്ഞില്ലെന്നാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഭാര്യയ്ക്ക് ഇണയായി, തുണയായി, ഭാര്യയ്ക്ക് എല്ലാ നിലക്കും നിഴലായി, സഹായിയായി വർത്തിക്കാൻ സാധിച്ചാൽ അവനാണ് ഏറ്റവും നല്ല ഭർത്താവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ വിലയുള്ളവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും വസ്ത്രമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ ആ ഇണകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരോടുള്ള ഉടമ്പടി എന്നത് ഒരു വലിയനാൽ നിശ്ചയിക്കപ്പെട്ട ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അവരെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നില്ല. ആ ഉത്തരവാദിത്വത്തിനേക്കാൾ വലുതൊന്നില്ല, ആ ഉടമ്പടിയേക്കാൾ വലുതൊന്നില്ല. കാരണം തന്റെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളാണവൾ. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു കുടുംബത്തിൽ നിന്ന് വന്നവൾ. അവൾക്ക് നൽകേണ്ടതായ എല്ലാ പ്രതാപവും, എല്ലാ ഐസത്തും, എല്ലാ സംരക്ഷണവും നൽകേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അൽ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷനാണ് കൈകാര്യകർത്തൃത്വം. പുരുഷനാണ് സ്ത്രീകളുടെ കാര്യത്തിൽ കൈകാര്യകർത്തൃത്വം. പുരുഷനാണ് കൈകാര്യകർത്തൃത്വം എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തിന്റെ മുകളിൽ കാണിക്കുന്ന മേൽക്കോയ്മയല്ല ആ കൈകാര്യകർത്തൃത്വം. നേരെ മറിച്ചോ അവൾക്കൊരുത്തനുണ്ട് എന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ പെൺകുട്ടികൾ വളർന്നു വലുതാവുന്നു, എല്ലാവരും ബേജാറിലാണ്. കുട്ടികൾ ഓരോ വയസ്സ് വലുതാകാൻ നമ്മൾ മെനക്കെട്ടാലും ശരി, ഒരു പെൺകുട്ടി വളർന്നു വലുതാകുമ്പോഴുള്ള ഭീതി മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ചെറുതല്ല. അവൾ 10 വയസ്സാകുമ്പോഴേക്ക് തന്നെ 4 കണ്ണുകൾ കൊണ്ട് നോക്കി നിരീക്ഷിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ വളർത്തി വലുതാക്കുന്നത്. ഒരു പിതാവിന്റെ സംരക്ഷണത്തിൽ ഒരു പെൺകുട്ടി വലുതായി വരുന്നു. 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു പിതാവിന്റെ കൂടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിലും ഏതൊരു കാമവറിയുള്ള വൃത്തികെട്ട കണ്ണുകളും ആ പെണ്ണിലേക്ക് പതിയാനുള്ള സാധ്യത അധികം തന്നെയാണ്. സ്വന്തം വാപ്പന്റെ കൂടെയാണെങ്കിലും ശരി. എന്നാൽ ശ്രദ്ധിച്ചോളൂ, പുരുഷൻ അവന്റെ ഭർത്തൃപദം അലങ്കരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പവറാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവളുടെ ആങ്ങളുടെ കൂടെ ആയാലും ആളുകൾ അവളെ നോക്കും, ബാപ്പയുടെ കൂടെ ആയാലും ആളുകൾ അവളെ നിരീക്ഷിക്കും, ആളുകൾ അവളെ ആസ്വദിക്കും. പക്ഷെ ഭർത്താവിന്റെ കൂടെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സെക്യൂരിറ്റി ചെറുതല്ല. ഭർത്താവിന്റെ കൂടെയാണെങ്കിൽ ഒരു മിനിമം ആവറേജ് വിവരമുള്ള ഒരുത്തൻ പിന്നെ അവളെ കൊള്ള പോവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇണ അത്യാവശ്യമായി അവിടെ വരുന്നത്. ഒരു പെണ്ണിനൊരു ഇണ അത്യാവശ്യമാകുന്നത് അവിടെയാണ്. ഇനി മാത്രവുമല്ല, എന്തിനാണ് പുരുഷന് കൈകാര്യകർത്തൃത്വം നൽകിയിരിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബിമാ ഫവ്വലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷൻ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെക്കാൾ അല്ലാഹു കൂടുതൽ കഴിവ് നൽകിയത് കൊണ്ടും പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിക്കുന്നത് കൊണ്ടുമാണത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. എത്ര തന്നെയായാലും കുടുംബ സംവിധാനത്തിൽ ചിലപ്പോൾ നമ്മൾ പറയും, ഭാര്യക്കാണ് കൂടുതൽ വിവരം, ഭാര്യയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത്, ഭാര്യക്കാണ് ഭയങ്കര പ്രാണി, മൂപ്പർ കുറച്ച് സോഫ്റ്റ് ആണ്. എന്ത് തന്നെയായാലും ശരി, പ്രിയപ്പെട്ടവരെ, ആണ് മുന്നിൽ നിൽക്കണം. ആണിന്റെ അത്ര ഗ്രാഹ്യത, ആണിന്റെ അത്ര മേൽക്കോയ്മ, ആണിന്റെ അത്ര മേലധികാരം, ആണിന്റെ അത്ര കരുത്ത്, മനക്കരുത്ത്, ആണിന്റെ അത്ര ഉൾക്കാഴ്ച, ആണിന്റെ അത്ര ദീർഘവീക്ഷണം ഒരിക്കലും പെണ്ണിന് സാധ്യമല്ല. പെണ്ണിനെ ചെറുതാക്കുകയല്ല. പെണ്ണിന് ഒരുപക്ഷെ ചിന്തിച്ചാൽ നാളെ എന്ത് കറി വെക്കണം, നാളെ അല്ലെങ്കിൽ അടുത്ത കല്യാണത്തിന് എന്ത് ഉടുക്കണം എന്ന് ചിന്തിക്കാൻ അവളുടെ മനസ്സ് പാകപ്പെടും. പക്ഷെ ഒരു ജീവിതത്തിന്റെ മുച്ചൂടും എല്ലാ ഭാഗങ്ങളിലേക്കും അവന്റെ ചിന്തകളെ പ്രസരിപ്പിച്ച ഒരു കുടുംബ സംവിധാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ ലൈഫ് പ്ലാനിങ്ങും കൃത്യമാക്കി വെച്ചിരിക്കുന്നുണ്ടാകുമാണ്. അതാണ് ആണിന്റെ പവർ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തേക്കാൾ അല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ അധികാരം പ്രിയപ്പെട്ടവരെ ആണിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയോ ഷെയ്ഖ് അബ്ദുൽ അസീസ് റഈസ് ഹഫിളഹുല്ലാഹ് പറഞ്ഞു, ദാമ്പത്യ ജീവിതം സൗഭാഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ് സൗമ്യതയോടെയാണെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് മേലെയുള്ള നിയന്ത്രണാധികാരം നിലനിർത്തുകയും അതിനുതകുന്ന ശക്തമായ വ്യക്തിത്വത്തിന് ഉടമയാവുകയും ചെയ്യുക എന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തിന്റെ മുകളിൽ കാണിക്കുന്ന മേൽക്കോയ്മ പറ്റില്ല. അവളെ കടിച്ചു കീറാൻ പാടില്ല. അവൾ ആരാന്റെ കുട്ടിയാണ്. നിന്റെ ഭാര്യയാണെങ്കിലും കരാറിലൂടെ നീ വാങ്ങിയിട്ടുള്ള പെണ്ണാണ്. അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അവളെ പരസ്യമായി ചീത്ത പറയാൻ പാടില്ല. അവളെ ഒറ്റ കണ്ണാടിയിൽ നിർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യമായ രൂപത്തിൽ ഏറ്റവും മാന്യനായി, അതുകൊണ്ട് അഖിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ വിലയുള്ളവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇനിയോ ഭാര്യയ്ക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ അബ്ദുല്ലാഹി ഇബ്നു അംറേ, താങ്കൾ പകലുകൾ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എനിക്ക് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അതേ റസൂലേ, പകൽ മുഴുവനും നോമ്പും രാത്രി മുഴുവനും നമസ്കാരവും തുടങ്ങിയ അബ്ദുല്ലാഹി ഇബ്നു അംറിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്താണിത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഗതി സമ്മതിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ അപ്രകാരം ചെയ്യരുത്. കാരണം താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ കണ്ണിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, തീർച്ചയായും താങ്കളുടെ റബ്ബിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ ശരീരത്തിന് താങ്കളിൽ നിന്ന് അവകാശമുണ്ട്, താങ്കളുടെ ഭാര്യയ്ക്കും താങ്കളിൽ നിന്ന് അവകാശമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ളൊരു ദീന് പോലും ഇബാദത്ത് പോലും പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അവിടെ ഉദിച്ചു വരേണ്ട ഒന്ന് സ്നേഹമാണ്, 2 ക്ഷമയാണ്, 3 വിട്ടുവീഴ്ചയാണ്, സഹാനുഭൂതിയാണ്, സഹവർത്തിത്വമാണ്. തന്റെ ഇണയുടെ പോരായ്മകൾ മറച്ചുവെക്കാനുള്ള തന്റെ ഇണയുടെ കാവലായി, അവളുടെ വസ്ത്രമായി ഒരിണക്ക് നിൽക്കാൻ, അവന്റെ വസ്ത്രമായി ഒരിണക്ക് നിൽക്കാൻ സാധിക്കണം. ഇനിയോ ഏറ്റവും നല്ല പെണ്ണാരാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഏറ്റവും നല്ല പെണ്ണ് ഖാനിതായ പെണ്ണാണ്, അനുസരണയുള്ള പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഅയ്തുൻ നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ഞാൻ നരകം കണ്ടു, എനിക്ക് നരകം കാണിക്കപ്പെട്ടു, ആ നരകത്തിലധികവും സ്ത്രീകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി വനിതകൾ ബേജാറായി, അല്ലാഹുവിന്റെ റസൂലേ, എന്താണത്? അതെന്താ അങ്ങനെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഖാനിത്തല്ലായിരുന്നു, അനുസരണക്കേട് കാട്ടിയതിന്റെ പേരിലാണ്. അനുസരണക്കേട് കാട്ടിയതിന്റെ പേരിലാണ്. പ്രവാചകൻ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും പൊതുവെ ഇബാദത്തുകൾ കുറവായിരിക്കും. പുരുഷന്മാരുടെ അത്ര ഫർള് ജമാഅത്തുകൾ അവർക്ക് കിട്ടില്ല, പുരുഷന്മാരുടെ അത്ര പള്ളിയിൽ അവർ എത്തുന്നില്ല, പുരുഷന്മാരുടെ അത്ര ഫർള് നോമ്പുകൾ അവർക്ക് കിട്ടുന്നില്ല, പുരുഷന്മാരുടെ അത്ര സകാത്ത് അവർക്ക് നൽകാനാവുന്നില്ല, പുരുഷന്മാരുടെ അത്ര യാത്ര ചെയ്ത ഉംറയും ഹജ്ജും അവർക്ക് സാധ്യമല്ല, പുരുഷന്മാരുടെ അത്ര യുദ്ധങ്ങളിൽ പങ്കെടുക്കുക സാധ്യമല്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇബാദത്തുകൾ പൊതുവെ കുറവായിരിക്കും. സഹാബി വനിതകൾ ചോദിച്ചു, എന്ത് ചെയ്യും റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വതക്കകൾ വ്യാപിക്കുക, സ്വതക്ക വ്യാപിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വ്യാപിപ്പിക്കുക, അനുസരണം വ്യാപിപ്പിക്കുക. അതോടൊപ്പം ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഖാനിതായ പെണ്ണിനോട് രണ്ടാമതായി പറഞ്ഞു ഹാഫിളാവാൻ, എല്ലാം സംരക്ഷിക്കാൻ, ഭർത്താവിന്റെ മാനവും മേലിയും അഭിമാനവും സ്വത്തും എല്ലാം സംരക്ഷിക്കാൻ. ഉത്തരവാദിത്തങ്ങൾ ചോദിക്കുന്നിടത്ത് പറഞ്ഞില്ലേ? ഉത്തരവാദിത്തങ്ങൾ ചോദിക്കുന്നിടത്ത് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ചോദ്യമുണ്ട് പരലോകത്ത്. എന്നിട്ട് പറഞ്ഞു, വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ അൻഹാ റാളിൻ. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ വീടുമായി ബന്ധപ്പെട്ടവർക്ക് ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഓരോ ഉത്തരവാദിത്തങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിക്കുകയാണ്. ഇനിയോ അംർ ഇബ്നു ആസിൽ നിന്ന് നിവേദനം, എന്റെ പിതാവ് ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ശേഷം അനുയായികളെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, അറിയുക, സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ നന്മ വസിയത്ത് ചെയ്യണം. അവർ നിങ്ങളുടെ അടുക്കൽ മുടക്കം ചെയ്യപ്പെട്ടവരാണ്. നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടവർ. അവർക്കൊരുപാട് നന്മകൾ നിറവേറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യമാരെ സംരക്ഷിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമൻ ഖുതില ദൂന അഹ്ലി ഫഹുവ ഷഹീദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലപ്പെട്ടാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി എതിരാളിയുമായി കൈകോർക്കവേ, എതിരാളിയുമായി യുദ്ധത്തിലേർപ്പെടവേ ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാൾ രക്തസാക്ഷിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ആശ്രിതർക്ക് ചെലവിന് കൊടുക്കാതിരിക്കുക എന്നത് ഒരാൾക്ക് മികച്ച കുറ്റം കിട്ടാൻ, ഏറ്റവും കടുപ്പമേറിയ കുറ്റം കിട്ടാൻ അത് കാരണമാകും. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, താൻ തീറ്റിപ്പോറ്റേണ്ടവരെ വഴിയാധാരമാക്കുന്നത് മഹാപാപമാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഭർത്താവ് ന്യായമായ നിലയിൽ ചെലവിന് നൽകുന്നില്ലെങ്കിൽ മിതമായ നിലയിൽ അയാളുടെ ധനം എടുത്തുപയോഗിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കലൊരു പരാതിയുമായിട്ട് വന്നു. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു, തന്റെ അബൂ സുഫിയാൻ ആളൽപ്പം പിശുക്കനാണ്, തനിക്കും കുട്ടികൾക്കും ആവശ്യമായത് ചെലവിന് തരുന്നില്ല റസൂലേ. ഞാൻ അയാൾ അറിയാതെ എടുക്കുന്നതൊഴികെ ഞങ്ങൾക്ക് മറ്റൊന്നും കിട്ടാറില്ല പ്രവാചകരെ. ഹിന്ദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കും കുട്ടികൾക്കും ന്യായമായ ആവശ്യത്തിനുള്ളത്, അനിവാര്യമായത് നീ എടുത്തുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഭാര്യയ്ക്ക് ചെലവിന് നൽകുക, ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കുക എത്രത്തോളം അറിയൂ. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, വിവാഹത്തിന്റെ മുമ്പ് അവളുടെ വീട്ടിൽ എത്ര സുഖത്തിലും സന്തോഷത്തിലും ജീവിച്ചവളായിരുന്നുവോ അതിനേക്കാളും മുന്നിലോട്ടല്ലാതെ, അതിനേക്കാളും അധികമല്ലാതെ വിവാഹശേഷം അവൾക്ക് പ്രയാസങ്ങളാണ് കടന്നു വരുന്നതെങ്കിൽ ഭർത്താവിൽ നിന്ന്, ഭർത്തൃകുടുംബത്തിൽ നിന്ന്, ആ ജീവിത ശൈലിയിൽ നിന്ന് അവർക്ക് പ്രയാസമാണ് കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത്രത്തോളം ഉത്ബുദ്ധരാക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം പങ്കിടാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ എത്രത്തോളം നമുക്കെതിരെ അവർ വിരൽ ചൂണ്ടുമെന്നാണ്. ഈ ആളുടെ കൂടെ ഞാൻ ജീവിച്ചിട്ട് അയാൾ ഇന്നുവരെ എനിക്കത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയുന്ന രൂപത്തിൽ അവർ നമുക്കെതിരെ, അവിടെ വെച്ച് നമുക്കെതിരാകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു കാര്യവും പറഞ്ഞു മനസ്സിലാക്കി വാശി പിടിക്കാതെ ഏറ്റവും അനുനയിക്കുന്ന രൂപത്തിൽ, മര്യാദയുള്ള രൂപത്തിൽ, ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ അവരെ ഉപദേശിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് ജീവിക്കാനാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഭാര്യമാരോട് ആർദ്രതയോടെയും കാരുണ്യത്തോടെയും വർത്തിക്കേണ്ടതുണ്ടെന്നും അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ദുർബലതകളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരോട് ഇടപഴകേണ്ടതെന്നും അവരുടെ ചെറിയ ന്യൂനതകൾ വലുതായി കണ്ട് വിവാഹമോചനം പോലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്നും അവരുടെ എല്ലാ കുറവുകളും ശക്തമായി പരിഹരിക്കാൻ പുറപ്പെട്ടാൽ വിവാഹ വിച്ഛേദനത്തിലായിരിക്കും അതിന്റെ ഫലമെത്തുക എന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യയെ പെണ്ണിനെ വളഞ്ഞ എല്ലിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാൽ അത് നേരെയാക്കുക എന്നത് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. എന്നാലോ അത് ശ്രദ്ധിക്കാതിരുന്നാൽ അത് കൂടുതൽ വളഞ്ഞു പോകുകയും ചെയ്യും എന്നും നമ്മൾ പഠിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിച്ചേടത്തേക്ക് അവളെ എത്തിക്കുക എന്നതല്ല, അവളെത്താവുന്നിടത്തേക്ക്, നമ്മൾ വിചാരിച്ചതും അവളെത്താവുന്നതുമുള്ളിടത്തേക്ക് വിട്ടുവീഴ്ചയോടുകൂടി കൊണ്ടുപോകുക എന്നതുള്ളതാണ് വിവാഹബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ നല്ല ദമ്പതികളായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله وفيكم وإياي ثانيا بتقوى الله. ദാമ്പത്യ ജീവിതത്തിൽ
ദമ്പതികളിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഭാഗത്തെയാണ് നമ്മളിവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞു, നീ അറിയുക, ഭാര്യയോട് നീ പെരുമാറേണ്ടത് നിന്റെ മകൾക്ക് ഒരു ഭർത്താവിനെയും അയാൾ അവളോട് എങ്ങനെ പെരുമാറണമെന്നും നീ സങ്കല്പിക്കുമ്പോൾ നിനക്കെന്താണോ ലഭ്യമാകുന്നത് അതുപോലെയായിരിക്കണം നീ നിന്റെ ഭാര്യയോട് വർത്തിക്കേണ്ടത് എന്ന് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ വരികളിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ നമ്മുടെ ഭാര്യയോട് ഏറ്റവും കാർക്കശത്തോടു കൂടി പെരുമാറുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത് തന്റെ മകൾക്ക് വരുന്ന ഭർത്താവിന് ഇതേ സ്വഭാവം വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ തിരുത്ത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാൻ കഴിയുക. അവിടെയാണ് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനാകാൻ നമ്മളുടെ ചിന്ത കടന്നു വരിക. നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഭാര്യമാരോടൊപ്പം ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഓരോ ഭാര്യക്കും പറയാനുള്ളത് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഭർത്താവ് ഏറ്റവും നല്ല ഭർത്താവാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ, നമ്മുടെ ഉമ്മ, ഒരു ചെറിയ മധുരപലഹാരം ഒരു മൺകൂജയിൽ കൊടുത്തയക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയ്ക്ക് കൊടുത്തയച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയ്ക്ക് കൊടുത്തയച്ചതാണല്ലോ. സ്നേഹത്തിന്റെ സുഹൃതങ്ങൾ ഒരുങ്ങുന്ന ഒരു മുഹൂർത്തം എന്ന നിലയ്ക്ക് സന്തോഷത്തോടെ കൊടുത്തയച്ചു. ആയിഷ ബീവി പൊതുവെ പ്രായം കുറവായതുകൊണ്ട് അതിൻ്റെതായ പക്വതക്കുറവുകൾ വന്നതുപോലെ അവർ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. ആ മൺപാത്രം വീണുടഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നറുപുഞ്ചിരിയോടുകൂടി കുനിഞ്ഞ് ആ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തു. എന്നിട്ട് പൊളിഞ്ഞു കിടന്ന പാത്രത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഒരുമിച്ചു. ഇത് കണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക് സങ്കടമായി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് എന്നെ ഒന്ന് ശകാരിക്കാമായിരുന്നില്ലേ? താങ്കൾക്ക് എന്നെ ഒന്ന് ചീത്ത പറയാമായിരുന്നില്ലേ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഞാൻ നിന്നെ ഇപ്പോൾ ചീത്ത പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു മാതൃകാ ഭർത്താവുക ആയിഷ? അതുകൊണ്ട് ഈ പാത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ കണക്ക് പറഞ്ഞോളാം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും എന്ന നല്ലൊരു പാഠം അവിടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ പ്രവാചകന്റെ ചെറിയൊരു ഹൈറ്റ് കുറഞ്ഞ ഭാര്യയെ പറ്റി താനീ കസീറ, നിങ്ങൾക്ക് ആ ചെറിയ പെണ്ണ് മതിയല്ലോ എന്ന രൂപത്തിൽ തമാശയിൽ ഒരു കമന്റ് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്, യാ ആയിഷ ലഖദ് കുൻത കലിമതൻ ഉഖരിജത് ബിമാഇൽ ബഹ്രി ലവജദത്. ആയിഷ, നീ ആ പറഞ്ഞ വാക്ക് അതെങ്ങാനും ആ സമുദ്രത്തിൽ മുക്കിയാൽ ആ സമുദ്രത്തിന്റെ നിറം മാറിപ്പോകും ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടിടത്ത് കൃത്യമായി ഉപദേശങ്ങൾ നൽകുകയും, എന്നാൽ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി വന്ന സഹാബത്തിനോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഞങ്ങള് പച്ചക്കറി മുറിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കും, മാംസം മുറിക്കാൻ സഹായിക്കും, എന്നിട്ട് അടുക്കളയിൽ പാത്രം കഴുകി തരും, എന്നിട്ട് ബാങ്ക് വിളി കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഇനി വല്ലതും ചെയ്യാനുണ്ടോ ആയിഷ എന്ന് പറഞ്ഞ് വീണ്ടും അടുക്കളയിൽ വന്ന് സഹായിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ തങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഭർത്താവായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇത്തരം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനിയോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രാ സംഘത്തിൽ ഇവർ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് അവിടെ ആയിഷ ബീബി മെലിഞ്ഞ ഒരു ചെറിയ പെണ്ണായ സമയത്താണ് എല്ലാ ആളുകളോടും യാത്രക്കാരോട് നിങ്ങൾ മുന്നിൽ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷയും എല്ലാം ആടി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. അങ്ങനെ അവരോടിയിട്ട് ആയിഷ ബീവി ജയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആയിഷ ബീവി വലുതായി തടിച്ച് വലിയൊരു സ്ത്രീ ആയപ്പോൾ, ഇങ്ങനെ തന്നെയാണ് ഇതിൽ പറയുന്നത്, സ്ത്രീ ആയപ്പോൾ നമുക്കൊന്നും കൂടി ഓടിയാലോ എന്ന് ചോദിച്ചു. ആ യാത്രാ സംഘത്തെ വീണ്ടും റസൂല് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരോട് നിങ്ങൾ മുന്നിൽ നടന്നോളൂ എന്ന് പറഞ്ഞ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തി. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. എന്നിട്ട് റസൂൽ പറഞ്ഞു, അന്ന് ഞാൻ തോറ്റത് ഓർമ്മയുണ്ടോ? അതിനുള്ള പകരം വീട്ടലാണിത് എന്ന് പറഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നർമ്മത്തോടുകൂടി തന്റെ സ്നേഹത്തിൽ ചാലിച്ച വാക്കുകളോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ഭർതൃപദം അവിടെ അലങ്കരിച്ചു കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ഭാര്യയോടൊപ്പം ജീവിക്കുന്നവരാണ്. നമ്മളും ഭാര്യയും എത്ര നല്ല കണ്ടീഷനിലാണ് എന്ന് പറയേണ്ടവർ നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടറിയാം എന്റെ വാപ്പയും ഉമ്മയും നല്ല കണ്ടീഷനിലാണോ എന്ന്. തർക്കങ്ങൾ അവർ കാണുന്നുണ്ട്, വലിച്ചേറുകൾ അവർ
കാണുന്നുണ്ട്, ഇകഴ്ത്തുന്നത് അവർ കാണുന്നുണ്ട്, പരിഹസിക്കുന്നത് അവർ കേൾക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം സമാപിച്ച് നമ്മളൊരു സ്നേഹത്തിന്റെ പൂക്കാലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് അവർ കാണുന്നില്ല. തമാശകൾ പറയുന്നത് അവർ കാണുന്നില്ല, ചേർന്നിരിക്കുന്നത് അവർ കാണുന്നില്ല, തോളിൽ കൈയിടുന്നത് അവർ കാണുന്നില്ല. അവരുമായിട്ട് ഇതുപോലെയുള്ള വല്ല മത്സരങ്ങൾ നടത്തുന്നത് മക്കൾ കാണുന്നില്ല. മക്കളുടെ മനസ്സിൽ വാപ്പയും ഉമ്മയും നല്ല കണ്ടീഷനിലല്ല. മക്കളുടെ മനസ്സിൽ അതുകൊണ്ടാണ് മവദ്ദത്തും വറഹ്മ, കല്യാണങ്ങളുടെ ആദ്യത്തെ 6-7 ദിവസങ്ങളിൽ വരേണ്ടതല്ല അത്. മറിച്ച് ഇണ ചേർന്ന് ഇണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോയാൽ നിൽക്കേണ്ടതല്ല അത്. തിരിച്ചു പോയാലും തുടരേണ്ടതാണ് ആ മവദ്ദത്തും വറഹ്മത്തും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ 10-15 വയസ്സധികമുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി ഒരൽപ്പം വയസ്സ് കൂടുതലുള്ള ഭാര്യയായിട്ടും ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായില്ല. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ചേർന്ന് നിന്നു. എല്ലാ പ്രതിസന്ധികളിലും ഖദീജയായിരുന്നു പ്രവാചകന്റെ തണൽ. അല്ലേ, മക്കക്കാർ അല്ലാഹുവിന്റെ റസൂലിനെ പീഡിപ്പിച്ചപ്പോൾ, ഉഹുദിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് പൊട്ടിയപ്പോൾ, അതേപോലെ തന്നെ അബീ താലിബ് മലയിൽ അല്ലാഹുവിന്റെ റസൂലിനെയും അനുയായികളെയും പട്ടിണിക്കിട്ടപ്പോൾ, എന്തിനേറെ ജബലുന്നൂരിലെ ഗിരിസാനുക്കളിൽ ജിബ്രീൽ എന്ന മാലാഖയുടെ ആ ദർശനം കണ്ട് ബേജാറായി പേടിച്ച് സമ്മിലൂനി എന്ന് പറഞ്ഞ് ഓടി വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ അടുക്കലേക്കാണ്. ഏത് പ്രതിസന്ധിയിലും ഒരു പെണ്ണിനെ ഒന്നും ചെയ്യാനായില്ല എന്ന് നമുക്ക് തോന്നിയേക്കും. ആ ശാരീരികമായ അവളുടെ വ്യവസ്ഥകളും അതേപോലെ തന്നെ അവളുടെ മനക്കരുത്തും നോക്കിയാൽ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണാണിലേക്ക് രക്ഷക്കെത്തുക എന്നതല്ലാതെ ആണ് പെണ്ണിലേക്ക് രക്ഷക്കെത്തുക എന്നത് ഒരുപക്ഷെ അശാസ്ത്രീയമായി നമുക്ക് തോന്നിയേക്കും. എന്നാൽ അതല്ല, ലിതസ്കുനു ഇലൈഹ. ഇത്തരം പ്രതിസന്ധികളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിച്ചെന്നു തന്റെ നമ്മുടെ ഉമ്മ ഖദീജ ബീവിയുടെ അടുക്കിലേക്ക്. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിച്ച സന്ദർഭത്തിൽ സഹാബത്ത് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് അന്ന് ദുഃഖിച്ചതുപോലെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഖദീജ ബീവി മരിച്ചു എന്ന് ഉറപ്പിച്ച് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ഖദീജ അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അങ്ങനെ മറവ് ചെയ്ത് ഖബർസ്ഥാനിലേക്ക് എത്തുമ്പോഴും ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് ഖബറിലേക്ക് ഇറങ്ങി തിരിച്ചു വരാത്ത വിധം അവിടെ സമയമെടുത്തപ്പോൾ സഹാബത്ത് കൈകൾ പിടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിയത് എന്ന് പ്രവാചകൻ അവിടെയും കരയുന്നുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്രേ, എനിക്ക് എല്ലാ പ്രതിസന്ധികളിലും എന്റെ കൂടെ ചേർന്ന് നിന്നവളാണ് ഈ ഖദീജ. ഖദീജയുടെ വേർപാട് എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. അത്രയും ഉപകാരിയായിരുന്നു ഈ ഖദീജ എന്ന അല്ലാഹുവിന്റെ റസൂൽ. പ്രിയപ്പെട്ടവരെ, അതാണ് മവദ്ദത്തും റഹ്മത്തും. ഭാര്യ നമ്മുടെ കൈകളിലേക്ക്, ആ ഭാര്യയുടെ പിതാവ് വലിയ നമ്മളെ ഏൽപ്പിക്കുന്നതോടുകൂടി ചേരുന്ന ആ സ്നേഹം, തുടങ്ങുന്ന സ്നേഹമുണ്ടല്ലോ, മരിച്ചാലും തീരാത്ത വിധമുള്ള മവദ്ദത്തും റഹ്മ എന്ന പദത്തിനെ ഏറ്റവും വലുതാക്കി പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും ഓർമ്മകളുടെ സിരകളിൽ എന്നും കടന്നുവരുന്ന, ദുആകളിൽ എന്നും കടന്നുവരുന്ന ഇണയായി ആ നമ്മളോട് ഓർവിരിഞ്ഞു പോയവർ ബാക്കിയാവണം. അവിടെയാണ് ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ സുഖവും സൗകര്യവും സുഗന്ധവും അവിടെയാണ് പരിമളമായി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇനിയോ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഇണകൾ നഷ്ടപ്പെട്ടാൽ അവസ്ഥ ഏതാ ആലോചിച്ചു നോക്ക്. പാപ്പ നഷ്ടപ്പെട്ടാൽ, ഉമ്മ നഷ്ടപ്പെട്ടാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വീട് നിശബ്ദമാകുന്നു, വീട് ഇരുട്ടിലാകുന്നു. എന്നാൽ ഒരു ഉമ്മ നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട ഒരു വാപ്പന്റെ, ഭാര്യ നഷ്ടപ്പെട്ട ഒരു ഭർത്താവിന്റെ മനോഗതം നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ബാപ്പ ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ബാപ്പ കരയുന്നത് പോലും കണ്ടത് ഉമ്മ മരിച്ച അന്നായിരിക്കും. ബാപ്പ കരയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുശേഷവും വർഷാവർഷങ്ങൾ ഓരോ ദിനരാത്രങ്ങളിലും തന്റെ ഇണയില്ലാത്തതിന്റെ പ്രയാസത്തിൽ അവരൊരുകുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും, പ്രായമുള്ള ആളുകൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളുകൾ പെട്ടെന്ന് രോഗാതുരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മാനസികമായ തകർച്ച, മക്കളോട് പറയാൻ കഴിയാത്ത ഈ പറഞ്ഞ പ്രയാസങ്ങൾ അവർ പേറാനാവാതെ രോഗികളാകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് രോഗാതുരമായ അവസ്ഥയിലും മാതൃകാ ദമ്പതികളായി ജീവിക്കുവാൻ ഏതൊരു കാലത്തും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു ഭാര്യ സ്വർഗത്തിലെത്തുക തന്റെ ഭർത്താവ് ആ ഭാര്യയുടെ കാര്യത്തിൽ തൃപ്തിയുള്ളവനാണെങ്കിൽ ആ ഭാര്യയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും അവർ സ്വർഗത്തിലെത്താൻ അത് കാരണമാകുകയും ചെയ്യുമെന്ന്
പ്രവാചകൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിലെ ഒന്നാമത്തെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉറച്ച കരാറിലുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ വരുന്ന ഒരുപാട് വിള്ളലുകളുടെ കേസുകൾ നമ്മളുടെ ചെവികളിൽ എത്താറുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൂക്ഷിക്കാൻ പറഞ്ഞ ഭാഗങ്ങളിലുള്ള സൂക്ഷ്മത കുറവും കരാറ് പാലിക്കുന്നിടത്തുള്ള പോരായ്മയും നീതി പുലർത്തുന്നിടത്തുള്ള പരാജയവുമാണ് പല ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രഥമ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അല്ലാഹു തിരുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഇണകളെ ഇനിയും ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് മാസങ്ങൾ, ഒരുപാട് കാലങ്ങൾ സന്തോഷത്തോടെ, ക്ഷമയോടെ, സഹാനുഭൂതിയോടെ, വിട്ടുവീഴ്ചയോടെ ഏറ്റവും മനോഹരമായ കുടുംബജീവിതത്തിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ മാതൃകാ ദമ്പതികളായി ജീവിക്കുവാൻ നമുക്കും വിവാഹിതരായ നമ്മുടെ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തിൽ നിന്ന് നൽകി അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല സ്വാലിഹീങ്ങളായ സന്താനത്തെ നമുക്കും നമ്മളുടെ വിവാഹം കഴിഞ്ഞ മക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പോരായ്മകൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനും പരിഹരിക്കുവാനുമുള്ള ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلما وألحقنا بالصالحين. آمين برحمتك يا أرحم الراحمين.